കൃഷി ഫറദ് കിഫയിൽ പെട്ടതായി എണ്ണുന്നതാ, ഇരുലോക സംഗതിയും ഇതിൽ ബന്ധിച്ചതാ. കൃഷിക്കുള്ള ശ്രേഷ്ഠതയിൽ പെരുത്തായത്തുകൾ കാണാം നമുക്കതുപോലെ തന്നെ ഹദീസുകൾ. സൂറത്ത് യാസീൻ അബസയിൽ ഇത് വ്യക്തമാ, അതുപോലെ സജദ നോക്കിയാലും സ്പഷ്ടമാ. കൃഷി ചെയ്യുവാൻ സ്വർഗത്തിലും മോഹം വരും, മോഹിച്ചവർക്ക് അല്ലാഹു അനുവാദം തരും. മല പോലെ തന്നത് തഴച്ചതും വളരുന്നതാ, ബലപ്പെട്ട രീതിയിലായി ഹദീസ് അതിനുള്ളതാ. പറമ്പുള്ളവർ കൃഷി ചെയ്യണം എന്നുള്ളതാ, ചെയ്യാതിരുന്നാൽ ചെയ്യുവാൻ കൊടുക്കേണ്ടതാ. ഇതുപോലെ ജാബിറിനാൽ ഹദീസിൽ വന്നതാ, അതുമാത്രമല്ല ബുഖാരി മുസ്ലിമിലുള്ളതാ. കൃഷികൾക്കുള്ള വെള്ളം കോരലും വേണ്ടുന്നതാ, കോരാതിരുന്നാൽ യുക്റഹു എന്നുള്ളതാ. ഇത് നിസുനുഹാത്തെന്നതിൽ കാണുന്നതാ, 12 പറയുന്നതെന്നോർക്കേണ്ടതാ. ഖൈസ് ഇബ്നു ആസിം തൻ്റെ സൂക്ഷ്മത മെച്ചമാ, അതുപോലെ തന്നവർ സുഹൃദിൽ അങ്ങേ അറ്റമാ. താനെപ്പോഴും സന്തതികളോട് ഉപദേശമാ, 1-ാം തരം മുതൽ സംഭരിച്ചോ മെച്ചമാ. സന്തോഷമുള്ളവരാക്കുമത് സുഹൃത്തുക്കളെ, ഏഴുമത്തരത്തിലുമാക്കുമേ ശത്രുക്കളെ. അന്യാശ്രയം ഇല്ലാതിരിക്കാൻ നല്ലതാ, യാചിക്കലേറ്റം താണപടിയിൽ പെട്ടതാ. തെമ്പീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 128 പറയുന്നതാ. ബറക്കത്ത് 99 ഇറക്കപ്പെട്ടതാ, കൃഷിയിൽ അതിൽ 98 ഉള്ളതാ. ഇത് കഅബുൽ അഹ്ബാർ എന്നവർ പറയുന്നതാ, അൽ ബറക്കത്തിൽ 19 കാണുന്നതാ. കഴിയുന്നതും നീ ഭൂമി വിൽക്കരുതെന്ന അഭിമാനത്തിന് ക്ഷതം വരുന്നതു തന്നെ എന്നും ഇമാം ഗസ്സാലി തൻ്റെ വസീയത്തിലെ വിവരിച്ചതായി പറയുന്നതും ബറക്കത്തിലെ. വിൽക്കുന്ന പക്ഷം വാങ്ങണം മറ്റൊന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നു. ഞെരുക്കും വരാതത് വിറ്റുപോകൽ കഷ്ടമാ എന്നും ഹദീസിൽ വന്നതിനും സ്പഷ്ടമാ. നശിക്കുന്ന മാർഗം റബ്ബതിൽ ഇറക്കുന്നതാ, ഉപയോഗമില്ലാതൊക്കെയും തുലയുന്നതാ. സിറാജുൽ മുനീറിൽ നോക്ക് 3 വന്നതാ, 316 പറഞ്ഞിരിക്കുന്നതാ. ഭൂമിക്ക് പേരും നല്ലതായാൽ മെച്ചമാ, ഐശ്വര്യമുണ്ടെന്നുള്ളതിനതു ലക്ഷ്യമാ. കാണാം ഹദീസ് ഇതിൽ പറഞ്ഞ കിതാബിലെ 219 നോക്കാം. 1 സഅദ് ബിൻ അബീ വഖാസ് സ്വന്തം ഭൂമിയിൽ വളം ചെയ്യുവാനായി താൻ ചുമക്കും കുട്ടയിൽ ഇവൻ അശ്റത്തുൽ മുബശ്ശിരീനിൽ പെട്ടതാ എന്നുള്ളതും സുഹൃത്തുക്കളൊന്നോർക്കേണ്ടതാ.